ഞാൻ NP മാത്തപ്പൻ ലവ് ഹോമിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. 4 വർഷം മുമ്പ് കലൂർ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻറ്റ് മിസ്റ്റർ ആൻ്റണി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ആളുകൾ, അവരെല്ലാവരും കൂടി ഇവിടെ വന്നു സന്ദർശിക്കാനായിട്ട്. ഇവിടെ 150 പേരും മാനസിക രോഗിയുടെ സ്ത്രീകളാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക സഹായം ആ ഗ്ലോബൽ പ്രോജക്റ്റ് ഏർപ്പെടുത്തിയിട്ട് ഒരു സാമ്പത്തിക സഹായം ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ വെറുതെ ഒരു സഹായം ചെയ്യുന്നതിന് പകരം ഒരു തൊഴിൽ, അതിൽ നിന്നുള്ള വരുമാനം, അങ്ങനെ ഒരു പ്രോജക്റ്റ് മനസ്സിൽ കണ്ട് അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കി. അപ്പോൾ കോഴി വളർത്തൽ, പിന്നെ മീൻ വളർത്തൽ, പിന്നെ മെഴുകുതിരി കൊന്ത എനിക്ക് നിർമ്മാണം, അതിൻ്റെ ഒരു യൂണിറ്റ്, പിന്നെ പച്ചക്കറി കൃഷി, അതിനുവേണ്ടി കുറേ കാർഷിക ആയുധങ്ങൾ, ടൂൾസ്, പിന്നെ അതിന് പുറമെ ടൈലറിങ് യൂണിറ്റ് 16 തയ്യൽ മെഷീൻ എങ്കിലും വേണം തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ആ സഹായം കൃത്യസമയത്ത് തന്നെ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ മീൻകുളം കൺസ്ട്രക്ട് ചെയ്തു, മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി. അതുപോലെ ടൈലറിങ് ഞങ്ങൾ നൈറ്റിയൊക്കെ തയ്ച്ച് അത് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. പിന്നെ പച്ചക്കറി സാധനങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ മത്സ്യം വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, അതും ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വണ്ടി വാങ്ങിച്ചു തന്നു, ആളുകളെ ആശുപത്രി കൊണ്ടുപോകാനും എന്തെങ്കിലും സാധനങ്ങൾ പ്രോഡക്ട്സ് വിൽക്കാൻ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരു മാരുതി ഇക്കോ വാൻ വാങ്ങിച്ചു തന്നു. അതിന് പുറമെ ഒരു ജനറേറ്റർ, കറണ്ട് പോയാൽ മീനെ വളർത്തൽ, മീനിന് എയർ കൊടുക്കാനുള്ള സംവിധാനം തയ്യാറായി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ എപ്പോഴും കറണ്ട് ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു ജനറേറ്റർ വാങ്ങിച്ചു തന്നു. ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് എല്ലാം വിജയകരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. കോഴിമുട്ട ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നില്ല, മുട്ട ഞങ്ങൾക്ക് വിൽക്കാനുമുണ്ട്. ഈ ഞായറാഴ്ച ഞങ്ങളുടെ കാർഷിക വിപണിയുണ്ട് പള്ളിയിൽ, അതിൽ മുട്ട ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് റെഗുലറായിട്ട്. പിന്നെ അതുപോലെ ഈ നൈറ്റിയെല്ലാം തയ്ച്ച് ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ടൈലറിങ് യൂണിറ്റിൽ വേറൊരു വരുമാനം, ടൈലറിങ്ങിൻ്റെ തന്നെ ഒരു വരുമാനമുണ്ട്. കാരണം ഇവിടെ ഈ കോൺഗ്രിഗേഷൻ, ഈ സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പെല്ലാം തയ്ക്കുന്നത് ഇവിടെ നിന്നാണ്. ഒരു ഉടുപ്പ് തയ്ച്ചാൽ 300 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വരുമാനം കൂടെ. ബാൻഡ് ട്രൂപ്പിൽ 20 അംഗങ്ങളുണ്ട്. അതിനെല്ലാ സാധനങ്ങളും ഉപകരണങ്ങളും റോട്ടറി ക്ലബ്ബ് വാങ്ങിച്ചു തന്നാണ്. അപ്പോൾ ഞങ്ങൾ പള്ളി പെരുന്നാളിനെല്ലാം ഞങ്ങൾ ഈ ബാൻഡിൻ്റെ പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ VIP സ്വീകരിക്കാനായിട്ടൊക്കെ ആ ബാൻഡ് പലരും വിളിക്കാറുണ്ട്. ഈയിടെ ഞങ്ങൾ എറണാകുളത്ത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബാൻഡ് ട്രൂപ്പാണ് പോയത്. പിന്നെ പള്ളി പെരുന്നാളിന് അടുത്തുള്ള എല്ലാ പള്ളികളിലും ഞങ്ങൾ വിളിക്കാറുണ്ട്. നല്ലൊരു സ്ഥിര വരുമാനമാണത്. 30,000 രൂപ, 50,000 രൂപ ഒക്കെ ഒരു പ്രാവശ്യത്തെ ആ ഫങ്ഷന് കിട്ടാറുണ്ട്. പിന്നെ പള്ളികളിൽ ഞങ്ങൾ സ്റ്റോൾ ഇടാറുണ്ട്. ആ സ്റ്റോളിൽ ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം വിൽക്കാറുണ്ട്. അടുത്തുള്ള പള്ളികളിലെല്ലാം പെരുന്നാൾ ദിവസങ്ങളിൽ ഞങ്ങളൊരു സ്റ്റാളിടും. ഞങ്ങൾക്ക് വിൽക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ വെച്ച് ഞങ്ങൾ വിൽപ്പന നടത്തും. അതും ഒരു വരുമാനമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ഒത്തിരി വലിയ സഹായമായി പോയി തീർച്ചയായിട്ടും റോട്ടറി ക്ലബ്ബ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.